എന്താ ഇവിടെ? എന്തോരം പക്ഷികളാ ഇവിടെ. കൊച്ചു കൊച്ചു അടക്കാക്കുരുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ അതിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കാൻ എന്ത് രസമാണെന്നറിയോ. ബ്യൂട്ടിഫുൾ. കുരുവികളുടെ ശബ്ദം കേൾക്കുന്നൊക്കെ കൊള്ളാം. പക്ഷെ തിരികെ പോകുമ്പോഴേ ആ മൊന്ത എടുക്കാൻ മറക്കണ്ട. നാളെ വേണ്ടല്ലേ? കൊച്ചേ, ബാസ്റ്റേഡ്! ആരാടാ അങ്ങനെ വിളിച്ചത്? ഞാനാണ്. കാർ ഓടിക്കുമ്പോ തനിക്ക് കണ്ണൂടെ? ഒരു കൊച്ചോടിപ്പോ താൻ കണ്ടില്ലേ? നടു റോഡിലാണുള്ള പിള്ളേരെ കളിക്കുന്നത്. കാർ ഓടിക്കുന്ന റേസ് കോഴ്സിൽ കൂടെ അല്ല, മനുഷ്യർ നടക്കുന്ന വഴി കൂടെയാണ്. അത് താൻ ആദ്യം ഓർക്കണം. ഞാൻ ചാടി വീണില്ലാണെങ്കിൽ താൻ ആ കുഞ്ഞിനെ കൊന്നേനെ. സോറി. ഒരുപാട് മുറിഞ്ഞു. ഏയ്, അയ്യോ, ചോര വരുന്നല്ലോ. ഞാൻ ഇപ്പൊ വരാം. എന്താ ഇത്? കാട്ടുമരുന്നാ, കുറച്ച് നേരം, പക്ഷെ നല്ലതാ. വല്ലാതെ നേർന്നുണ്ടോ? തുളസി സ്കൂളിൽ പോയിട്ടില്ലേ? പിന്നെ എവിടെ? കോളനി സ്കൂളില്. എത്ര വരെ പഠിച്ചു? 5 തോറ്റു. പിന്നെന്താ പോഞ്ഞേ? അപ്പോഴാ അമ്മ മരിച്ചത്. അച്ഛൻ ഒറ്റയ്ക്കായി. കഷ്ടമായിപ്പോയി. കുറെ കൂടെ പഠിക്കണമായിരുന്നു. അതിന് ഞങ്ങളുടെ ഇവിടെ എന്റെ അത്രയും പഠിച്ച പെണ്ണുങ്ങൾ വേറെ ആരുമില്ലല്ലോ. വലിയ വലിയ ആളുകളുമായിട്ട് വഴക്കിന് പോകുമ്പോ പേടിയാവൂലേ? അതിന് ഞാൻ ആരോടും വഴക്കിന് പോയില്ലല്ലോ. ഉള്ള കാര്യം തുറന്നു പറയുന്നതിന് വലിയവരോടായാലും ശരി, ചെറിയവരോടായാലും ശരി, പേടിക്കുന്ന എന്തിന്? എന്നാലും ശരിയും ന്യായവും ഒക്കെ നമ്മുടെ ഭാഗത്താകുമ്പോ പേടിയൊക്കെ താനെ പോയിക്കോളും തുളസി. അല്ല, സാറ് ഇതിന് ഓഫീസിലേക്ക് പുറപ്പെട്ടില്ലേ? പോയിട്ടിപ്പോ വലിയ അത്യാവശ്യമൊന്നുമില്ലല്ലോ. അവിടെ DF സാർ ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്. DF അങ്ങനെ വരുന്നതായിട്ട് യാതൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നല്ലോ. ഓ, അയാളുടെ കാര്യമൊന്നും പറയണ്ട സാറേ. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. അയ്യോ, ഓ നിങ്ങളാണ്. ഇരിക്കൂ. ദേവസി സാർ, അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് കൊണ്ടുവരും. ആ, ഇവിടുത്തെ ജോലിയൊക്കെ ശരിക്കും നടക്കുന്നുണ്ടല്ലോ? ഉണ്ട് സർ. വെരി ഗുഡ്. ഓ, ഞാൻ വിചാരിച്ചു ഇന്നലെ നിങ്ങൾ ലീവിലായിരുന്നു എന്ന്. അത് രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഉണ്ണികൃഷ്ണൻ മാർക്കറ്റിൽ പോകണമെങ്കിൽ ലീവ് എടുത്തിട്ട് പൊയ്ക്കുള്ളൂ. ഓക്കെ? യെസ് സർ. നീ എന്തിനാ ചിരിച്ചേ? ചിരിച്ചെന്നു? ഞാനോ? അച്ഛൻ സ്വപ്നം കാണാണോ? നീ ഇപ്പൊ ചിരിച്ചില്ലേ? ചേടാ, ഞാൻ എന്റെ പാട്ടിന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചിരിക്കുന്നു കരയുന്നൊക്കെ അച്ഛൻ പറയാ. നല്ല കഥയായി. വന്ന് വന്ന് അച്ഛന് തീരെ ഓർമ്മയില്ലാണ്ടായി. ശരി ശരി, ഊണ് കഴിക്കൂ.
പേടിച്ചു പോയല്ലോ. അപ്പൊ പേടിയില്ല എന്നാണ് പറഞ്ഞതോ? അതിന് തുളസി വന്നത് ഞാൻ അറിഞ്ഞല്ലോ. എങ്ങനെ? ആന വരും പിന്നെ, മണിനാദം വരും മുന്നേ, തുളസി വരും പിന്നെ, ചിഞ്ചലി ചിലിച്ചിലും മുന്നേ. അത് തന്നെ. പിന്നെ തുളസിയുടെ കല്യാണത്തിന് മുമ്പ് ഈ കുന്താൻ ഊരി കളഞ്ഞേക്കണം. എന്തിന്? ഭയങ്കര സൗണ്ട് അല്ലേ, നാട്ടുകാർക്ക് കിടന്നുറങ്ങണ്ടേ? ഛീ, എന്താ അത്? പലഹാരം വീട്ടിലുണ്ടാക്കിയതാ, നല്ല മധുരമുണ്ട്. കൊള്ളാമല്ലോ. ഇത് ആരുണ്ടാക്കിയത്? എന്റെ വീട്ടിൽ ഞാനല്ലേ, വേറെ ആരാ ഉണ്ടാക്കുക? ആയ്, ഇഷ്ടപ്പെട്ടോ? പിന്നെ ആരാ ഇത്? ബാലൻ. ഏ? ബാലൻ ബാലൻ. നിങ്ങളുടെ അനിയനാണോ? അല്ല, എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്. അതെയോ? ഈ ലോകത്ത് എന്നോട് ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാരനാണ് ബാലൻ. കൂട്ടുകാരൻ മാത്രമല്ല, എല്ലാം. എല്ലാം? ഉം. ഇയാളെ എവിടെയപ്പോ? അവന്റെ നാട്ടില് കൃഷികാര്യങ്ങളൊക്കെ നോക്കി കഴിയുന്നു. ഞാനെന്ന് പറഞ്ഞ അവന് ജീവന്. അതുപോലെ തന്നെ എനിക്ക്. ഓ, 22 വയസ്സ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവന്റെ അമ്മയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ. അവൻ എന്തു കൊടുത്താലും എനിക്കും തരും. അതെന്താ? നിങ്ങളുടെ അമ്മ നിങ്ങൾക്കൊന്നും തരില്ലേ? എന്റെ അമ്മ എനിക്കൊന്നും തന്നിട്ടില്ല, മുലപ്പാല് പോലും. അതെന്താ? ഞാനൊരു അമ്മയെ കണ്ടിട്ടില്ലല്ലോ. അമ്മയെ മാത്രമല്ല, അച്ഛനെ. അവരാരാന്ന് കൂടി എനിക്കറിയില്ല. കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ താരാട്ട് പാട്ടുകളോ മുത്തശ്ശി കഥകളോ ഒന്നുമില്ല. ചോറിന് സമയമാകുമ്പോൾ മണി മുഴങ്ങുന്നതും കാത്ത് അനാഥാലയത്തിന്റെ വരാന്തയിൽ വരി വരിയായി നിൽക്കുന്ന വിശന്ന് വയറുട്ടിയ കുറെ കുട്ടികൾ. അവരിലെവിടെയോ. ബന്ധു എന്ന് പറയാൻ ഒരാൾ ആദ്യമായിട്ടുണ്ടായത് സ്കൂളിൽ വെച്ച് ബാലൻ എന്റെ കൂട്ടുകാരനായതോടെയാണ്. ബാലന്റെ അമ്മ. എന്റെ ലോകം അവിടെ തുടങ്ങി. ഇപ്പോഴും അത്രേ ഉള്ളതാ. ബാലനെ കണ്ട് ഒരുപാട് നാളായി. വലുതായപ്പോ രണ്ടുപേരും രണ്ടു വഴിയിലായി. വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി. ഇതിനിടയിലാണ് തുളസിയെ പരിചയപ്പെട്ടത്. എന്താ ദേവസ്യ? ഒന്നുമില്ല സാർ. ഒന്നുമില്ലെന്ന് ദേവസ്യ പറഞ്ഞ എന്തെങ്കിലും കാണുമല്ലോ. ശേഷം നേരത്തെ പോയാൽ കൊള്ളാമായിരുന്നു. എന്താ വിശേഷിച്ച്? ഇവിടുത്തെ കൃഷ്ണൻകോവിൽ ഉത്സവമില്ലേ സാറേ? പെണ്ണും പിള്ളേക്കും പിള്ളേർക്കും കാണാൻ പോണമെന്ന് ഒരേ വാശി. ഞാൻ നേരത്തെ എന്നാലേ ഇതിനെ കൊടുത്തൊരു എഴുന്നള്ളിച്ച് കൊണ്ടുപോകാൻ പറ്റൂ. വലിയ കേമമാ. 3 ദിവസത്തെ ഉത്സവമാ സാറേ. പാട്ടും കൂത്തും ഒന്നും പറയണ്ട.